ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 3-ാം സ്കന്ധം 16-ാം അധ്യായം. ജയവിജയ ശാപാനുഗ്രഹം. ബ്രഹ്മാവ് പറഞ്ഞു: ഏവം വിജ്ഞാനഘനരാം മുനിമാർ സ്തുതി ചെയ്കവേ പ്രതിനന്ദിച്ചുകൊണ്ടോതി വൈകുണ്ഠനിലയൻ പ്രഭു. ശ്രീ ഭഗവാൻ പറഞ്ഞു: ജയൻ വിജയനീ രണ്ടുപേരുമെൻ ഭൃത്യരായുമേ എന്നെ ഗണിക്കാതെ കാട്ടി മഹാസാഹസമീ വിധം. എൻ ഭക്തരാം നിങ്ങളോടി തെറ്റുകാട്ടുക കാരണം നിങ്ങളേകിയൊരശിക്ഷ സമ്മതം മേ മുനീന്ദ്രരെ. പ്രസാദിപ്പിപ്പനതിനാൽ വിപ്രനൻ പരദൈവതം. എൻ ഭൃത്യർ ചെയ്ത ധിക്കാരം എൻ്റേതായി തന്നെ ഓർപ്പു ഞാൻ. ഭൃത്യർ തെറ്റാചരിക്കുമ്പോൾ ആർതൻ പേർ ലോകമോതുമോ? കെടുത്തുമതു തൽകീർത്തി തൊലിയെപ്പാണ്ടുപോലവേ. ഏതച്ഛകീർത്തി സുധയിൽ സുതരാം കുളിക്കും ചണ്ടാളനും വിമലനാകുവത് അസുകീർത്തി ആർമൂലമിങ്ങുപഗതം തരസാ മുറിക്കുമാ നിങ്ങളോടെതിരു ചെയ്യുകിൽ എൻ്റെ കയ്യും. വിപ്രേന്ദ്രതൻ ചരണരേണു ധരിച്ച ദോഷമെല്ലാം ശമിച്ചു. വിപ്രേന്ദ്രതൻ ചരണരേണു ധരിച്ചു ദോഷമെല്ലാം ശമിച്ചു. ശുഭശീലവുമാർന്ന മൂലം ഇന്ദ്രാദ്യരും കനിയുവാൻ കിണയുന്നൊരാ ശ്രീ നിഷ്കാമിയായും ഇവനെ പിരിയുന്നതുണ്ടോ? യജ്ഞത്തിൽ അഗ്നിമുഖമായി ലഭിച്ചിടുന്ന നെയ് പായസാദിയിലുമേറെ എനിക്കു പാർത്താൽ ബ്രഹ്മജ്ഞനാം ദ്വിജവരൻ്റെ മുഖത്തിലൂടെ കിട്ടും ഘൃതാന്ന വിഭവാദിയിലാണു ദോഷം. ശ്രീ ശംഭുവും സകല ലോകവുമേതുപാദതീർത്ഥത്തിനായി വിമലരാകുവതാർക്കധീനം മായാവിഭൂതികളും ആ വിഭുവായ ഞാനും വന്ദിക്കുവോരോട് എതിർ ചെയ്വതിനാരൊരുങ്ങും. എൻ മൂർത്തിഭേദമഥ വിപ്രർ അനാഥ ജീവജാലങ്ങൾ ഗോക്കളവരെ ഭുവി ഭേദദൃഷ്ട്യാ കാണുന്നൊരജ്ഞരെ യമാഭിധനൻ ഭടന്മാർ ഗൃധ്രാസിർ കുത്തിയുടൽ കീറിടുമുഗ്രരോഷർ. തെറ്റോതിടും ദ്വിജരുടും മമഭാവമാർന്നു ഞാനെന്ന പോൽ മൃദുലവാക്കുകളാൽ പുകഴ്ത്തി തോഷിച്ചു പുഞ്ചിരിയുടും നിജപുത്രരെ പോൽ സ്നേഹിച്ചുരയ്ക്കും അവരെന്നെ വശീകരിപ്പൂ. എൻ ചിത്തമേതുമറിയാതിവർ നിങ്ങളോടു ചെയ്തുള്ള ധികൃതി ഫലത്തെ ഭുജിച്ചു വീണ്ടും ചാരത്തണഞ്ഞു. മമ ഭൃത്യവിയോഗകാലം നീട്ടാതിരിപ്പതു വിധം കനിയേണമെന്നിൽ ഹരേ. ബ്രഹ്മാവ് പറഞ്ഞു: ഏവം ഹൃദ്യം മന്ത്രതുല്യം ദിവ്യവാഗ്ധാരയിൽ തഥാ മതി വന്നില്ലവർക്കേതും രോഷം പൂണ്ടവരെങ്കിലും. അല്പാക്ഷരം ഗഭീരാർത്ഥദുർഗമം വിശ്വതോമുഖം വാക്യം ശ്രവിച്ചും തദ്ഭാവം ഗ്രഹിച്ചില്ല മുനീശ്വരർ. സ്വയോഗമായയാൽ പാരമൈശ്വര്യം പൂണ്ട വിഷ്ണുവേ കൈകൂപ്പിയോതി മുനിമാർ ഹർഷരോമാഞ്ചപൂർവകം. ഋഷിമാർ പറഞ്ഞു: അനുഗ്രഹിക്കപ്പെട്ടേൻ ഞാനെന്നായി സ്വാമിൻ പറഞ്ഞു നീ. എന്തതിൻ പൊരുളെന്നായിങ്ങറിവീല ജഗത് പ്രഭോ. വിഭോ ബ്രഹ്മണ്യനാം അങ്ങേ ദൈവതം വിപ്രരെങ്കിലോ ദേവസംപൂജ്യരാം വിപ്രർക്കങ്ങുതാനാത്മദൈവതം. ത്വജ്ജാതം നിത്യധർമ്മത്തെ മൂർത്തിഭേദങ്ങളാൽ ഭവാൻ രക്ഷിപ്പു. ധർമ്മത്തിൻ ശ്രേഷ്ഠഫലവും നീ പരാൽപരൻ. വിരക്തരാം യോഗിമാരും ആർഗനിഞ്ഞി ഭവാർണവം കടപ്പത് അഭവാൻ ആരാൽ അനുഗ്രാഹ്യൻ മഹാപ്രഭോ. അർത്ഥാർത്ഥമാരുടെ പദാംബുജരേണു ദേവന്മാരും ശിരസിൽ അണിയുന്നതുമെന്നും ആ ശ്രീഭക്താർപ്പിതം തുളസിമാല എഴുന്ന നിൻകാൽ താരിങ്കലെ ഭ്രമരിതൻ പദമാളുവാനായി കാക്ഷിച്ചു ചെയ്വൊരു യഥോചിത സേവയേയും കാക്ഷിച്ചിടാത്ത ഭക്തജനൈക ബന്ധോ. ശ്രീവത്സവും ദ്വിജപദാംബുജരേണുവും നീ കൈക്കൊള്ളുവതെന്തിനു വിഭോ. ഭഗവാൻ സ്വയം നീ ഹരേ. ധർമ്മത്രിപാദമുടു 3 യുഗത്തിലും നീ സത്വാത്മകം തനുവുമായി ദ്വിജദേവതാർത്ഥം സത്വേതരം ഗുണയുഗത്തെ ഹനിച്ചു വിശ്വം കാക്കുന്നതിനവതരിപ്പു. വരപ്രദായിൻ നിന്റെ ക്ഷയിങ്കലമരും ദ്വിജരെ ഭവാൻ താനിഷ്ടോക്തി കൊണ്ടു പരമർച്ചന ചെയ്തിരായിൽ ഹാ വേദധർമ്മമുലകിൽ തുലയും വിശിഷ്ടർ തന്മാർഗമല്ലി നിതരാമുലകിൻ പ്രമാണം. മൂലോകമംഗളമണയ്ക്കുവതിന്നു സത്വരൂപം ധരിച്ചരികളെ കൊല ചെയ്തു ധർമ്മം കാക്കുന്നൊരാ വിഭുവൻ എന്തിഹ വിപ്രവര്യ പൂജാതിയിൽ കുറവതും തവലീലയല്ലോ. ഈ 2 പേർക്കരുൾക ശിക്ഷ മറിച്ചു രക്ഷയായാലും അപ്രിയമിവർക്കതില്ല ലേശം. തെറ്റെന്നിയേ ഇവരെ ഞങ്ങൾ ശപിക്ക കൊണ്ടു ശിക്ഷിക്ക ഞങ്ങളെ അതും ഹിതമിങ്ങു ഭൂമൻ. ശ്രീ ഭഗവാൻ പറഞ്ഞു:
ഈ രണ്ടുപേരസുരഭാവമുടൻ വരിച്ചൻ ശത്രുക്കളായി സതതമെന്ന നിനയ്ക്ക മൂലം വേഗത്തിലെൻ സവിധമിങ്ങണയട്ടെ വീണ്ടും ഈ ശാപമെൻ്റെ മതമെന്നു ധരിച്ചുകൊൾവിൻ. ബ്രഹ്മാവ് പറഞ്ഞു, നയനാനന്ദതും വൈകുണ്ഠത്തെയും സ്വപ്രകാശകൻ വൈകുണ്ഠനെയും വീക്ഷിച്ചു മുനിമാരാ മുകുന്ദനെ വലം വച്ചു നമിച്ച് ആജ്ഞ വാങ്ങി തൽപ്രാഭവങ്ങളെ വാഴ്ത്തിയും കൊണ്ടുടൻ പോയാർ പരമാനന്ദമഗ്നരായ. ഹരേ ഭൃത്യരോടോതി ഭഗവാൻ, നിർഭയം പോകുവിൻ ശുഭം ആമെങ്കിലും തടുപ്പീല ശാപമെൻ മതമാകയാൽ യോഗനിദ്രയിൽ ഞാൻ മുന്നം വാഴ്കെ പടികടക്കുവാൻ വിടാഞ്ഞ രമതൻ ശാപമന്നേ നിങ്ങൾക്കു പെട്ടതാം. എന്നിൽ വൈരാനുബന്ധത്താൽ വിപ്രനിന്ദാഫലം ക്ഷണാൽ ഭുജിച്ച് എൻ സവിധം വീണ്ടും അല്പനാൾ കൊണ്ടുപോരുവിൻ. ഏവം ദ്വാരസ്ഥരോടോതി വിമാനശ്രേണിഭൂഷിതം സർവോത്കൃഷ്ടം ശോഭമെത്തും സ്വധാമം പൂകിനാൻ. ഹരേ ഹരേ കൃഷ്ണ. ദുർവാരം വിപ്രശാപത്താൽ വിഷ്ണുലോകത്തിൽ നിന്നുടൻ പതിച്ചാർ ഗർവുമോജസ്സും കെട്ടൊരസുരസത്തമർ വൈകുണ്ഠലോകത്തിൽ നിന്നും കീഴ്പോട്ടവർ പതിക്കവേ അക്കാഴ്ച കണ്ടു ഹാ കഷ്ടം കഷ്ടമെന്ന് ആർത്തുവിണ്ണവർ. ദിതിഗർഭത്തിലെ കശ്യപർഷിതൻ വീര്യമുൽക്കടം ആ പാർഷദപ്രവരാണെന്നു തേറുക പുത്രരെ. യുഷ്മൽപ്രഭാവമാ രണ്ടുപേർ തൻ തേജസ്സുകൊണ്ടു താൻ നിരാകൃതം ശ്രീഹരിതന്നിച്ഛയാണിതു കേവലം യോഗേശ്വരർക്കുമറിയാൻ അരുതാത്തമായ കീശൻ ജഗത്സ്ഥിതിലയോദ്ഭവഹേതുവാദ്യൻ ശ്രീ വിഷ്ണുതാൻ ശുഭമണച്ചിടും. ഇങ്ങു നമ്മൾ ചേർന്നുള്ള ചിന്ത ഇതിലെന്തൊരു കാര്യമുള്ളൂ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 16-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.